സുഹൃത്തുക്കളെ, ഇതുപോലെ റാഫിളത്തിന്റെ കുറെ വാദങ്ങളുണ്ട്. ആ റാഫിളത്തിന്റെ വാദങ്ങളിൽ പെട്ടൊരു വാദമാണ് അലി ഇബ്നു അബീ താലിബിന് അല്ലാഹു തആല ലോകം മുഴുക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഫഹുവൽ ഖാലിഖുസ്സാനി, അതുകൊണ്ട് അലി ഇബ്നു അബീ താലിബ് രണ്ടാം പഠിച്ചവനാണ് എന്ന് റാഫിളത്ത് വാദിച്ചു. ആ റാഫിളത്തിന്റെ വാദമാണ് ഇപ്പോൾ വ്യാജ ത്വരീഖത്തുകാര് വാദിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ആരാ നിങ്ങളെ പടച്ചോന്, മടവൂര് ഞങ്ങളെ പടച്ചോനാ എന്ന് പറഞ്ഞ് പാട്ടുപാടിയവനെ കേട്ടിട്ടില്ലേ? ഇത് റാഫിളത്തിന്റെ വാദമാണ്. സഹാബത്ത് പിഴച്ചു എന്ന് പറഞ്ഞ റാഫിളത്തിന്റെ വാദമാണ് വ്യാജ ത്വരീഖത്ത്. അത് പോയി എന്തെല്ലായി നിങ്ങള്, വ്യാജ ത്വരീഖത്തുകാരൻ പോയിട്ട് എന്തായി എന്നറിയോ? സുബ്ഹാനല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നേരത്തെ നമ്മളുടെ മമ്പാട് സഖാഫി പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എവിടെങ്കിലും പറഞ്ഞാൽ ഉടനെ വരും വ്യാജ ത്വരീഖത്തുകാര്. എന്തിന്? ജനങ്ങളെ വിശ്വാസം മുജാഹിദിനു വേണ്ടി സഹായിക്കാൻ വരും, മുജാഹിദിനെ ഉണ്ടാക്കാൻ വേണ്ടി വരും. അത് വ്യാജ ത്വരീഖത്തുകാരൻ. കാരണം ഇതെല്ലാം കമ്പനി ഒന്നാ, എല്ലാം റാഫിളത്തിന്റെ അനുയായികളാ, ഒരേ വിഭാഗത്തിന്റെ അനുയായികളാ. റാഫിളത്തിന്റെ അനുയായികൾ ഇപ്പൊ നിങ്ങളുണ്ടോ? ഇതൊരു ബുക്കാണ്, ഇത് ഞാൻ ആദ്യമായിട്ട് ഇന്നാ വായിച്ചു. ഇത് പുതിയതാ, ഞാൻ അതിന്റെ മുമ്പ് ഞാൻ എവിടുന്ന് പറഞ്ഞില്ല, ഞാൻ വായിച്ചിട്ടില്ല. ഈ ബുക്ക് വായിച്ചപ്പോ നോക്കുമ്പോ ഇതെന്താണ്? ഇതൊരു വ്യാജ ത്വരീഖത്തുകാരതാ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ പറയുന്നത് നല്ല രസമുണ്ട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാർക്ക് പൊക്കളുണ്ടല്ലോ, പൊക്കളുടെ ഉള്ളിൽ ഇബ്ലീസ് തുപ്പിയതാണ്. നല്ലൊരു രസമാണ്, അതിനു വേണ്ടിയാ പറയുന്നത്. ആദം അലൈഹി ഇസ്ലാമിന് ആരാന്നറിയോ? വ്യാജത്വരീഖത്തുകാർ ആദം നബി ആരാന്ന് ബ്രാക്കറ്റ് പറയാണ്. ആദമാരാ, അതായത് ശങ്കര ഭഗവാൻ. ആദം നബി ശങ്കര ഭഗവാൻ. പിന്നെ ആരാ? ശങ്കർജി എന്നിങ്ങനെയും വിളിക്കപ്പെടുന്നു. ആരെ? ആദം നബീനെ. അപ്പോ വ്യാജത്വരീഖത്തുകാരന്റെ ബുക്ക്. ശരീരം ആദമിന്റെ അഥവാ ശങ്കര ഭഗവാൻ, ശങ്കർജി എന്നിങ്ങനെയും വിളിക്കപ്പെടുന്നു. ശരീരം സ്വർഗത്തിലെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യാത്മാവിനെ കൂടാതെ മറ്റു ചില ആത്മാക്കളെയും ആദമിന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ആദമിന്റെ ശരീരത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇബ്ലീസ് കടുത്ത അസൂയ നിമിത്തം അതിലേക്ക് തുപ്പി. പുതിയ വിവര അരെ വ്യാജ ത്വരീഖത്തുകാരന്റെ വിവരാണ്. തുപ്പൽ പൊക്കിളിൽ വീഴുകയും തുപ്പലും അതിന്റെ അണുവും ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് ശൈത്താൻ. ഓരോ മനുഷ്യൻ ജനിക്കുമ്പോഴും കൂടെ ഒരു ശൈത്താന് ജിന്നും ജനിക്കുന്നു എന്ന് ഒരു ഹദീസിൽ പ്രസ്താവിക്കുന്നു. എന്ത് ഹദീസ് പറഞ്ഞതിന് വിരോധമില്ല, കാരണം ഇത് പറഞ്ഞങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെയോ, ഒരു കളിമൺ വീട് പോലെ ആകുന്നു ശരീരം, അതിൽ 16 ആത്മാക്കൾ കുടികൊള്ളുന്നു. അവ കൂടാതെ ഖന്നാസും 4 പക്ഷികളുമുണ്ട് തന്റെ ശരീരത്തിലെ. ഇങ്ങനെയൊക്കെ കുറെ പുതിയ വിവരം. ഇതിന്റെ തുടക്കതറികള് മുജാഹിദിന്റെ ആശയാണ്. ഇതെല്ലാം ഒരേ കമ്പനിയാണെന്ന് ഞാൻ വെറുതെ പറയല. മുജാഹിദിന്റെ ആശയാണ്. മുജാഹിദിന്റെ ആശയം എന്താ? അള്ളാഹ് കയ്യും കാലും ഉണ്ട്, പടച്ചോന് മുന്നുണ്ട്, പിന്നുണ്ട്, മേലുണ്ട്, താഴെയുണ്ട്, അതുപോലെ തന്നെ 6 ഭാഗമുണ്ട് എന്നാണ് മുജാഹിദിന്റെ ആശയം, സലഫി ആശയം. അത് നിങ്ങൾ കേട്ടോളി. അള്ളാഹു ആത്മാക്കളെ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിച്ചപ്പോൾ അവൻ പറഞ്ഞു കുൻ, ഉണ്ടാവുക. അങ്ങനെ എണ്ണമറ്റ ആത്മാക്കൾ ഉണ്ടായി. അള്ളാഹുവിന്റെ തൊട്ട് മുമ്പില്, കേട്ടോളെ, അള്ളാഹുവിന്റെ തൊട്ട് മുമ്പിൽ കാണപ്പെട്ടത് നബിമാരുടെ ആത്മാക്കളായിരുന്നു. 2ാമത്തെ നിരയിൽ ഔലിയാക്കളുടെ ആത്മാക്കളും 3ാമത്തെ നിരയിൽ മുഅ്മിനീങ്ങളുടെ ആത്മാക്കളും അതിന് പിന്നിലായി സാധാരണ ജനങ്ങളെ ആത്മാക്കളും നിലകൊണ്ടു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ദൂരെയുള്ള വരിയിൽ, അള്ളായിട്ട് കുറെ ദൂരെയുള്ള വരിയിൽ സ്ത്രീകളുടെ ആത്മാക്കളും അതിന് പിന്നിൽ മൃഗാത്മാക്കളും പിന്നെ സസ്യാത്മാക്കളും പിന്നെ ധാതു ആത്മാക്കളും കാണപ്പെട്ടു. ധാതു ആത്മാക്കൾക്ക് ചലിക്കാനുള്ള കഴിവില്ലായിരുന്നു. അള്ളാഹുവിന്റെ വലതുവശത്ത് മലക്കുകളും അതിനെ തുടർന്ന് സ്വർഗീയ സ്ത്രീകളുടെ റൂഹുകളും സ്ഥാനം പിടിച്ചു. അവർക്ക് അള്ളാഹുവിന്റെ മുഖം കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. പഠിച്ചവന് മുഖണ്ടേനും, പക്ഷേ മലക്കുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല, കാരണം മുന്നിലല്ലാത്തോണ്ട്. പിന്നെയോ, ഇക്കാരണം കൊണ്ട് മലക്കുകൾക്ക് അള്ളാഹുവിനെ കാണുവാൻ കഴിയില്ല.
അതിന് പിന്നിലായി ഉണ്ടായിരുന്ന നൂരീ മുഅക്കിലുകളുടെ ആത്മാക്കളായിരുന്നു. അവർ പിന്നീട് നബിമാരുടെയും ഔലിയാക്കളുടെയും സഹായികളായി ഭൂമിയിൽ വരികയുണ്ടായി. അള്ളാഹുവിന്റെ ഇടതുവശത്ത് ജിന്നുകൾ ആത്മാക്കളും ശേഷം ദുരാത്മാക്കളും ദുഷ്ടാത്മാക്കളും നിലകൊണ്ടു. ഇക്കോട്ടർ ഭൂമിയിൽ വന്നതിന് ശേഷം ഇബ്ലീസിനെ അവന്റെ ജോലികളിൽ സഹായിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടിട്ട് ഇങ്ങനെ ഒരു മതം? അപ്പൊ ഇതെന്താണ്? ഇത് സലഫിയാശയാണ്. അള്ളാഹുവിന് മുന്നുണ്ട്, പിന്നുണ്ട്, വലത്തുണ്ട്, ഇടത്തുണ്ട്. മലക്കുകള് വേറൊരു ഭാഗത്തായി പോയിട്ട് മലക്കൊക്കെ അള്ളാനെ കാണാനാവൂല. പെണ്ണുങ്ങൾ ദൂരെ ആയതുകൊണ്ട് അവൻ കാണാൻ കഴിയൂല. ഇങ്ങനെ പടച്ചോന് ദൂരെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ആശയം. ഇത് എവിടുന്ന് വന്നതാ? ഇത് റാഫിളത്തിന്റെ ആശയാണ്. അതിനെയാണ് മുജാഹിദും പഠിപ്പിക്കുന്നത്. മുജാഹിദിന്റെ അൽമനാർ. ഈ വ്യാജ തരീഖത്തുകാരൻ പുതിയൊരു സാധനം വിചാരിക്കരുത്. അത് ഈ സലഫി റാഫിളി എന്ന് പറയുന്ന പുത്തനാശയം തന്നെയാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മഹാനായ അബ്ദുൽ ഖാഹിർ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അശ്അരി തരീഖത്ത് വിവരിക്കുമ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, അലി ഇബ്നു അബീ താലിബ് രണ്ടാം പടച്ചവനാണെന്നും അലി ഇബ്നു അബീ താലിബിനെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ഏൽപ്പിച്ചു എന്നും പറഞ്ഞ് റാഫിളത്താണ്. അലി ഇബ്നു അബീ താലിബ് ദൈവമാണെന്ന് വാദിച്ചതും അവരാണ്. അവര് തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി എന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ, ഇപ്പോൾ അതാ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അതേ കിതാബിൽ തന്നെ നമുക്ക് കാണാം. ഇന്നല്ലാഹ ഖലഖൽ അർശ ഇദ്ഹാറൻ ലിഖുദ്റതിഹി. അല്ലാഹു അർശ് എന്ന സൃഷ്ടിയെ പടച്ചു. എന്തിന്? അല്ലാഹുവിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ. ലാ മകാനൻ ലിദാതിഹി. അല്ലാഹു ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കിയല്ല. മുജാഹിദിന്റെ വാദം എന്താ? അല്ലാഹു അർശിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നാ. നാദാവരത്ത് എന്ന പ്രശ്നത്തിൽ സലഫി പറഞ്ഞത് അല്ലാഹു അർശിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, കാല് താഴ്ത്തിയിട്ടോ പൊക്കിച്ചിട്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാന്ന്. മനസ്സിലായില്ലേ? അതേപോലെ അള്ളാഹുവിന് ഇടത്തും വലത്തുണ്ട് പറഞ്ഞു. ഇത് 2007 മെയ്യിലെ അൽമനാർ മുജാഹിദിന്റെ. ഇതെന്താ പറഞ്ഞേ? അവന്റെ 2 കൈകളും വലതാണ്, അവയിൽ ഇടതില്ല. അള്ളാഹ്ക്ക് 2 കൈ 2 വലത്ത്, പിന്നെ ഇടത് കൈയില്ല. എന്നാ ഇത് 2009 ജനുവരിയിൽ അൽമനാർ. ഇതിൽ അള്ളാഹ്ക്ക് ഇടത്തെ കൈയുണ്ട്. എങ്ങനെയാണ്? അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടി പിടിക്കും. അപ്പൊ 2007 അള്ളാഹ്ക്ക് ഇടത്തെ കൈയില്ല, 2009 ഇടത്തെ കൈയുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, എങ്ങനെയാണ് എക്സ് മുസ്ലിം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് യുക്തിവാദി ഉണ്ടാകുന്നത്? എല്ലാം ഈ ബിദ്അത്തുകാരുടെ സൃഷ്ടിയാണ്. ഇവർക്ക് അല്ലാഹുവിൽ വിശ്വാസമില്ല. ഇത്തരം വ്യാജ തരീഖത്തുകാർക്കോ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടവർക്കോ അല്ലാഹുവിന്റെ ഖുർആനിൽ വിശ്വാസമില്ല, ഹദീസിൽ വിശ്വാസമില്ല. ഞാൻ വെറുതെ പറയല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാമാണ്. മുസ്ലിമായേ പറ്റൂ. അല്ലാഹു പറഞ്ഞില്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ. ഇസ്ലാം അല്ലാത്തതിനെ വല്ലവനും മതമായി സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു. അവനിൽ നിന്നത് സ്വീകരിക്കൂല. വഹു ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവൻ ആഖിറത്തിൽ നഷ്ടപ്പെട്ടവനാണ്. വ്യാജ തരീഖത്തുകാരന്റെ ബുക്കിൽ എന്താ പറയുന്നത്? വ്യാജ തരീഖത്തുകാരന്റെ ബുക്കിൽ പറയാണ്, അതെ, അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കണമെന്നില്ല. എല്ലാ മതക്കാരും ദിക്റുൽ ഖൽബ്, അങ്ങനെ ഒരു പുതിയ സാധനം ഉണ്ടാക്കുകയാണ്, ദിക്റുൽ ഖൽബ്. അതുണ്ടായാൽ എല്ലാ മതക്കാരനും സ്വർഗത്ത് കിടക്കും, മുസ്ലിമാകണം എന്നില്ല. ഈ ബുക്കിലുള്ളതാ ഞാൻ പറയുന്നത്. ഇതിൽ വേറെയുണ്ട്. മടിയനായിട്ട് നിസ്കരിക്കാത്തവർക്കൊക്കെ സ്വർഗത്ത് കിടക്കുക, ദിക്റുൽ ഖൽബ് ഉണ്ടായാൽ മതി, നിസ്കരിക്കണമെന്നില്ല. അതിനൊരു ചരിത്രവും പറയുന്നുണ്ട്. ഇതിന്റെ ഷെയ്ഖ് ഒരു ദിവസം ഇങ്ങനെ ഒരു മഖ്ബറയിൽ ഇരിക്കുമ്പോ ആളുകളെല്ലാം നിസ്കരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ ചെരുപ്പ് ഇങ്ങനെ ഒപ്പിച്ച് വെക്കുന്നത് കണ്ടുപോലും. അപ്പൊ ഇയാളിങ്ങനെ ചെരുപ്പ് ഒപ്പിച്ച് വെച്ച് നിസ്കരിച്ച് അയാൾ ഇറങ്ങി നോക്കുമ്പോ ഇയാൾ നിസ്കരിച്ചില്ല, ചെരുപ്പ് ഒപ്പിച്ച് വെക്കുന്ന ആൾ നിസ്കരിച്ചില്ല. അയാളോട് നിങ്ങളെന്താ നിസ്കരിക്കാത്തത്? ഞാൻ നിസ്കരിക്കലൊന്നുമില്ല. എനിക്ക് ഔലിയാക്കളോട് ഭയങ്കര സ്നേഹ. ഈ വരുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരു വലിയ ഉണ്ടാവുന്ന വെച്ചിട്ട് ഞാൻ ചെരുപ്പൊപ്പിച്ച് വെച്ചതാണ്.
അയാളെ പിന്നെ സ്വപ്നം കണ്ടോലും റസൂലുള്ളാഹിന്റെ കൂടെ. എങ്ങനെ? സ്വർഗത്തില്. ഈ ശൈഖേ സുബ്ഹാനല്ലാഹ്, ഇതിനാണ് ഈ എല്ലാ സ്വപ്നവും എല്ലാ സംഗതിയും ഈ വ്യാജന്മാരുണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ചില കുളൂസ് ബടായി പറയാനാ. അതിനെ ആലിമീങ്ങൾ എതിർക്കുമ്പോ വല്ലാത്ത വിഷമം. ഏത് ഇക്കരിക്കാണ്ട് സ്വർഗത്ത് കിടക്കണം, ചെരുപ്പെടുത്ത് വെച്ചാൽ മതി, നല്ല പരിപാടിയാ, ചെരുപ്പെടുത്ത് നടന്നാൽ മതി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിം ആകണമെന്നില്ല, ഏത് മതത്തിലായാലും സ്വർഗത്ത് കിടക്കാം. ഇങ്ങനത്തെ ആശയങ്ങള് പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഇതിന്റെ 82-ാമത്തെ പേജ് പറയുന്നു അള്ളാഹ്ക്ക് മണവാട്ടിണ്ട്. അള്ളാഹ്ക്ക് മണവാട്ടിണ്ട്. അതിനെ പറ്റി ഇങ്ങനെയാ പറഞ്ഞു. ഒരു വ്യക്തിയുടെ ആത്മീയ ഉൾക്കാഴ്ച, അത്ഭുതങ്ങൾ, ആത്മീയാനുഗ്രഹങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയായി മനസ്സിലാക്കുകയും എന്നാൽ അദ്ദേഹത്തിന്റെ മതമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തിയോ കാരണമായി ഒരുവന് അദ്ദേഹത്തോട് ഇഷ്ടക്കേട് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തുന്നതിന് പകരം അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് നിർത്തുന്നതാണ് നല്ലത്. ആർക്കറിയാം, ഒരു പക്ഷേ അദ്ദേഹം ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയായിരിക്കാം. അള്ളാഹ്ക്ക് കണ്ണിലൊരു കൃഷ്ണമണിയും വേണമെങ്കിൽ ഒരു കണ്ണാശുപത്രിയും കൂടി തുടങ്ങിക്കോട്ടെ ഇറ്റുകൾ. അള്ളാഹ്ക്ക് കൃഷ്ണമണി. പിന്നെയോ അല്ലെങ്കിൽ ഒരു ശൈഖ് ബഹയോ ലാൽ ഷഹബാസോ ഖിദ്റോ സായിബാബയോ ഗുരുനാനാക്കോ ബുള്ളേശായോ ആകാം. ഇതൊക്കെ ഔലിയാക്കളെ പേരാട്ടോ. അങ്ങനത്തെ ഏതോ ഒരു ഔലിയ, ഒരു പക്ഷേ ദൈവത്തിന്റെ നിത്യ മണവാട്ടിയും അയക്കാം. അപ്പൊ അള്ളാഹ്ക്ക് മണവാട്ടി. ഇതൊക്കെ വ്യാജ തരീഖത്തുകാരെ ബുക്കുകളാ. ഈ രൂപത്തിലുള്ള വ്യാജ തരീഖത്തുകാരൻ സുബ്ഹാനല്ലാഹ് ആലിമീങ്ങൾ സുന്നത്തിയമായിട്ട് പറയുമ്പോ രാത്രി ഉറങ്ങുമ്പോ പൊതച്ച പൊതമുണ്ടല്ലോ അതും എടുത്ത് രാവിലെ ബിരിയാണി അത് ചുമലിലാട് ഇട്ടിട്ട് ആലിമീങ്ങളെ ചീത്ത പറയാൻ നടക്കുക. ഒരു വലിയ പുതപ്പെടുത്തി ചുമലിട്ടാ ഈ എന്തും പറയാന്ന ആർക്ക്? ഈ വ്യാജ തരീഖത്തുകാർക്ക്. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയാനുള്ളത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ല കേട്ടോ. അതിനെന്ത് വേണം? ഈമാൻ വേണം. ഈമാൻ കിട്ടി മരിക്കണോ. ഹബീബ് നബി തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, സഹാബത്ത് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, സുബ്ഹാനല്ലാഹ് റിഫായി ശൈഖ് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, അങ്ങനെ ലോകത്തുള്ള എല്ലാ മശായിഖന്മാരും പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്? അല്ലാഹു തആലയാണ് എല്ലാം പടച്ചവൻ, മുദബ്ബിറുൽ ഹാദിസാത്ത്, എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവൻ പടച്ചവനാണ്. അത് വിശദീകരിച്ച് പറഞ്ഞു. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകും, അല്ലാഹു ഉദ്ദേശിക്കാത്തത് ഉണ്ടാവില്ല. അതിങ്ങനെ വിവരിച്ചിട്ട് അവിടുത്തെ ഖവായിദുൽ ഖായിദിൽ പറയാണ് വലബിജ്തമഅൽ ഇൻസു വൽ ജിന്നു വൽ മലായികത്തു വശയാതീനു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടി, അതിലൊരു ജിന്നും അതോടുകൂടെ തന്നെ ജിന്നുകളും ഒരുമിച്ച് കൂടി, മലക്കുകളും ഒരുമിച്ച് കൂടി, ശൈത്താന്മാരും ഒരുമിച്ച് കൂടി. ലോകത്തുള്ള എല്ലാ മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ പെടാത്തൊരു വലിയില്ല, ഖുതുബില്ല, നബിയില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷേ അമ്പിയാക്കൾ സാധാരണ മനുഷ്യരല്ല. ഇരിക്കട്ടെ, മനുഷ്യരാണല്ലോ. എല്ലാവരും ഒരുമിച്ച് കൂടി. എന്തിന്? മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, ശൈത്താന്മാരുണ്ട്, മുജാഹിദ് വിളിക്കുന്ന ജിന്നുണ്ട്, വിളിക്കാത്ത ജിന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി. എന്തിന്? ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി. ആരും ബാക്കിയില്ലല്ലോ, എല്ലാ പട്ടാളക്കാരും ഉണ്ട്, എല്ലാ ഗവൺമെന്റും ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് കൂടി. മനുഷ്യന്മാര് മുഴുവനും, എല്ലാ മലക്കുകളും ജിന്നുകളും ശൈത്താന്മാരും. എന്തിന്? പ്രപഞ്ചത്തിൽ ഒരു അണുവിനെ ചലിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ. എങ്ങനെ? അല്ലാഹു ഉദ്ദേശിക്കാതെ. അതിനെ ചലിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതിനെ ചലിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ
ലഅജസു അൻ ദാലിക, അവരെ കൊണ്ട് കഴിയൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു അണുവിനെ ചലിപ്പിക്കാൻ എല്ലാ ഔലിയാക്കളും എല്ലാ അമ്പിയാക്കളും എല്ലാ മലക്കുകളും എല്ലാവരും കൂടിയാലും, എല്ലാ ഗവൺമെന്റും പട്ടാളക്കാരും പോലീസും ഉദ്യോഗസ്ഥന്മാരും പണക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടിയാലും കഴിയൂല. അല്ലാഹു ഉദ്ദേശിക്കാതെ കഴിയൂല. അത്രയും കൃത്യമായ വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസം നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, ഖൈറും ശർറും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. എന്നാൽ നമുക്ക് ഖൈർ കിട്ടാൻ അല്ലാഹു വെച്ച നിമിത്തങ്ങളുണ്ട്. പണക്കാരൻ്റെ ചിലപ്പോൾ പൈസ കടം കിട്ടും, പൈസ ചിലപ്പോൾ സംഭാവന കിട്ടും, ആരോഗ്യമുള്ളവൻ ചിലപ്പം കൈപിടിച്ചു തരും. ഔലിയാക്കൾ കറാമത്തുള്ള ഔലിയാക്കൾ ചിലപ്പം കറാമത്ത് മുഖേന സഹായിക്കും, അമ്പിയാക്കൾ വജീദത്ത് മുഖേന സഹായിക്കും, ബറക്കത്ത് മുഖേന സഹായിക്കും. അതൊക്കെ അല്ലാഹുവിൻ്റെ സഹായം കിട്ടുകയാണ്. ഉമർ ഖാദി റഹിമഹുല്ലാഹ് ചൊല്ലിയില്ലേ, ബിൽ ഹഖി മഅബൂദുൻ ലനാ മിൻഹുൻ നസ്ർ വലഹുൽ ഗിനാമൽ കുല്ലു ഇല്ലാ മുഫ്തഖിർ. എല്ലാവരും അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അന്യാശ്രയമില്ലാത്തവൻ അല്ലാഹ് മാത്രമാണ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. വ്യാജത്തരീഖത്തുകാരൻ പറയും പോലെ മരത്തിനെ ആരാധിച്ച് സ്വർഗത്ത് കടക്കാൻ കഴിയൂല. ബിൽ ഹഖി മഅബൂദുൻ ലനാ മിൻഹുൻ നസ്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സഹായിക്കുന്നവൻ. ആ സഹായം ചിലപ്പോൾ മലക്കുകൾ മുഖേന കിട്ടും. ബദറിൽ 5000 മലക്കുകൾ മുഖേന സഹായം കിട്ടി. നബിതങ്ങൾ മുഖേന സഹാബത്തിന് വെള്ളം കിട്ടി. മൂസാ നബി മുഖേന അനുയായികൾക്ക് വെള്ളം കിട്ടി. അതൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ വന്ന കാര്യമാണ്. എല്ലാ സഹായവും മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്നാണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് ഒരു മുജാഹിദും സുന്നികൾക്ക് ശിർക്ക് വരുമെന്ന് പേരിച്ച് പേടിക്കണ്ട. ഒരു വ്യാജത്തരീഖത്തുകാരനും ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നബിതങ്ങളുടെയും സഹാബത്തിന്റെയും 4 മദ്ഹബിന്റെ ഇമാമികളുടെയും ഇമാം അശ്അരി, ഇമാം മതുരീദി തുടങ്ങിയുള്ള പണ്ഡിതന്മാരിൽ നിന്നും അവരെ ശിഷ്യ പരമ്പരയിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. റബ്ബേ, അതിൽ ഞങ്ങളെയും ഞങ്ങളെ സന്താന പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും ഞങ്ങളെ പ്രവർത്തകരെയും അവരെ പരമ്പരകളെയും സുന്നത്ത് ജമാഅത്തിൽ ഉറപ്പിച്ച് നിർത്തി തരണം അല്ലാ. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പിരിയണം. ഓ സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ മുജാഹിദിന്റെ അച്ചാരം വാങ്ങിയിട്ട്, സലഫിയുടെ അച്ചാരം വാങ്ങിയിട്ട്, അതാ പച്ച ബിദ്അത്തുകാരനായ വ്യാജ തരീഖത്തുകാരൻ വന്നാൽ, ഇനി അല്ല മുജാഹിദ് തന്നെ വന്നാൽ, ജമാഅത്തുകാരൻ തന്നെ വന്നാൽ അവർക്ക് ആരും ഒരു വിഷയമല്ല. മൂസാ നബി മഹാ കുറ്റം പ്രവർത്തിച്ചു എന്നാണ് മൗദൂദി എഴുതി വെച്ചത്. ആദൻ നബി അനുസരണക്കേട് ചെയ്തു എന്നാണ് മുജാഹിദിന്റെ അൽമനാർ എഴുതി വെച്ചത്. അങ്ങനെ അമ്പിയാക്കളെ കുറ്റം പറയുന്നവർക്ക് നബിതങ്ങൾ അതാ വഴിതെറ്റിപ്പോയി, അതേ പിഴച്ചുപോയി എന്ന് പറയുന്നവർക്ക്, സുഹൃത്തുക്കളെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ ശ്രീശങ്കരാചാര്യരുടെ തത്വക്കാരനാണെന്ന് പറയുന്നവർക്ക്, സഹാബത്ത് ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവർക്ക്, അവർക്ക് നമ്മളെ ആലിമീങ്ങളെ കുറ്റം പറയൽ ഒരു വിഷയമാണോ? അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോ, കുറ്റം പറയുന്നത് കേൾക്കുമ്പോ ആർക്കും മനസ്സിനൊരു വിഷമം വേണ്ട. അത് ആലിമീങ്ങൾ മുമ്പേ അനുഭവിച്ചതാണ് കേട്ടോ. ശാഫി ഇമാം തങ്ങൾ സുന്നിയല്ല എന്ന് പറഞ്ഞില്ലേ? അതേ നാസിബത്ത് പറഞ്ഞില്ലേ? അതൊരു പുത്തൻവാദിയാണ്. അതാ ഷാഫി ഇമാം റാഫിലിയാണെന്ന് പറഞ്ഞില്ലേ? അപ്പോഴല്ലേ ഇമാം ഷാഫി തങ്ങൾ ചൊല്ലിയത്, ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യസ്ഹദി ثقلاني അന്നി റാഫിളി. ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്ന ആളാണ്, അതിൻ്റെ പേരിൽ ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പറഞ്ഞോളൂ ഞാൻ റാഫിലിയാണെന്ന്. ഞാൻ റാഫിലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അല്ലേ? നിങ്ങളല്ലല്ലോ. ഇത്
ഇതുപോലെ സുന്നത്ത് ജമാഅത്ത് പറയുന്ന ആലിമീങ്ങളെ കുറിച്ച് അയാള് മുജാഹിദാണ്, അയാള് പുത്തൻവാദിയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ആർക്കും ഒരു വിഷമവും ഉണ്ടാകണ്ട. നമുക്കത് പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ സമാധാനവും സന്തോഷവും നമുക്കത് ആഖിറം കിട്ടാനുള്ള വഴിയുമാണ് കേട്ടോ. ലോകത്ത് ഔലിയാക്കളെ നേതാവായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ ഒരാള് വല്ലാതെ ചീത്ത പറയുന്നു, കുറ്റം പറയുന്നു എന്ന് കേട്ടപ്പോ ഹസനുൽ ബസരി തങ്ങളൊരു കൊട്ടയിൽ നിറയെ ഈത്തപ്പഴം കൊടുത്തയച്ചു കുറ്റം പറയുന്നവന്. അവനത് കിട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു. ഇതെന്താണ്, ഞാൻ എപ്പോഴും കുറ്റം പറയലാണ്, ഇതേ എനിക്ക് എന്തേ ഹദിയ കൊടുത്തയച്ചത്? മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞേച്ചു, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ച വല്ലതുമുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് നീ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നുണ്ടല്ലോ. നിന്റെ നിസ്കാരവും നോമ്പൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് നീ അതാ ചേർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദുന്യാവിൽ ഞാൻ സമ്പാദിച്ചു വെച്ച കുറച്ച് കാരൊക്കെ നിനക്ക് അങ്ങോട്ടും കിടക്കട്ടെ നീ വിചാരിച്ചതാണ്. ഇതുപോലെ ആലിമീങ്ങളെ കുറ്റം പറയുന്നവൻ അവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം ഉണ്ടെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, അത് മുഴുവനും ആലിമീങ്ങളെ അക്കൗണ്ടിലേക്ക് നീക്കുകയാണ്. അത് ആലിമീങ്ങൾക്ക് വലിയ സന്തോഷമാണ്. സഹതാപമുണ്ട്, പിഴച്ചുപോയവരെ സംബന്ധിച്ച് സഹതാപമുണ്ട്. ഒരാളും പിഴക്കണമെന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് സഹതാപമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണങ്ങൾ നടത്തുന്നത്. ഞാൻ കുറ്റ്യാടി ചെല്ലുമ്പോൾ 11 മഹലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒറ്റ പള്ളിയും മദ്രസ ഇല്ല. അവിടെ പോയാൽ 5 പൈസ ശമ്പളം കിട്ടൂല എന്ന് ഉറപ്പാ. ആര് തരാനാ? ഇതുവരെയും ശമ്പളം വാങ്ങിയിട്ടുമില്ല, വാങ്ങാതെ തന്നെ അള്ളാഹു ഒരു വിഷമോട്ട് തന്നിട്ടുമില്ല. ആ 11 മഹലിലും അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി മദ്രസ ഉണ്ടാക്കി. പിന്നെ അതിന് പുറമെ വേറെയും കുറെ ഉണ്ടാക്കി. അങ്ങനെ 100-ലധികം പള്ളി ഉണ്ടാക്കാൻ അള്ളാഹു അവസരം തന്നു. അങ്ങനെ കുറേ മദ്രസകൾ ഉണ്ടാക്കി, കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അള്ളാഹുവേ, നീ അത് കബൂൽ ചെയ്യണേ അല്ലാ. അതിന് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. തുടങ്ങുന്ന കാലത്ത് ആകെ ഒരു മദ്രസയെ മുജാമാക്കി ശമ്പളം കൊടുത്താൽ മതി. ഓലഷെറ്റിലുള്ള മദ്രസയാണ്, പക്ഷെ അതിന് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല. കാസർഗോഡ് മൊഗ്രാലിനൊരു വേദുണ്ട്. വേദ് പറഞ്ഞാൽ അന്നത്തെ കാലം വേദിന് പോയാൽ കൂക്ക് കിട്ടുന്ന കാല, ഏറും കിട്ടും. അങ്ങനത്തെ ഒരു കാലാണ്. പടച്ചവനെ പേടിച്ചിട്ട് പല സ്ഥലത്തും പോകാനാവൂല. അങ്ങനെ ഗുരുവായൂർ രാവിലെ വന്ന് അവിടുന്ന് ബസ് കയറുകയാണ്. എന്തേ, തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടിന് കുറച്ചപ്പുറം ഒരു പരിപാടിക്ക് ക്ഷണിച്ച ഒരാള്. അവൻ ഞാൻ പരിപാടിക്ക് വേണ്ടിയിട്ട് അവന്ന് അധ്വാനിച്ചാലും കൂടി ബസ്സിന് പോയി. അവിടെ ഇറങ്ങി. അന്നത്തെ കാലത്ത് ഇന്നത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ല, ആകെ 2 നമ്പറിലൊരു ഫോണാണ്. അതിങ്ങനെ പൂച്ചക്കുട്ടിയിരുന്ന പോലെ ഉണ്ടാവും. ആ ഫോണാണ്. അവൻ ഞാൻ മെല്ലെ ഇയാളെ ഫോണിൽ വിളിച്ചു നോക്കാന്ന് വിചാരിച്ച് ഒരു കടയിൽ കയറി ചായ കുടിച്ചിട്ട് അയാളെ വിളിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ എൻഗേജ് ശബ്ദം. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫോണിന്റെ മേലെ നമ്പർ എഴുതിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. ആ നമ്പറിലേക്ക് തന്നെ വിളിക്കും. അതാ ശബ്ദം. അങ്ങനെ ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു, ഇവിടെ ആ പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പരിപാടി ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ലല്ലോ എന്ന് തന്നെ അയാൾ. ഇതാ നമ്പർ എനിക്ക് തന്നു. ഈ നമ്പറിലാണ് ഞാൻ വിളിക്കുന്നത്. കടക്കാരൻ തന്നെ അറിയില്ല അങ്ങനെ പരിപാടി. അപ്പൊ ഇല്ലാന്ന് ഉറച്ചല്ലോ, അവനെ പോകാൻ വിചാരിച്ചു. അടുത്ത ബസ്സിന് കയറി ചാവക്കാട്ട് വന്നിറങ്ങി. ലണ്ടനെ പൂക്കറാജി എന്നൊരു ഒരാളുണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. വലിയ സഹായം ചെയ്ത ആളാ. അവിടെ പോയി കിടന്ന് ഉറങ്ങി. രാവിലെ ഗുരുവായൂരൊക്കെ അയാൾ വിട്ടുവന്ന് ഗുരുവായൂരെത്തി നോക്കുമ്പോൾ നമ്മളെ വയലത്തൂർ തങ്ങള്. അപ്പൊ തങ്ങളുമായി സംസാരിച്ച് ഞാൻ കാസർഗോഡാ പോണ്ടേ, മൊഗ്രാലിൽ വേദനെത്തണം. മൊഗ്രാലിൽ പോയി വേദ കഴിഞ്ഞ് ഞാൻ നാട്ടുകാരോട് പറഞ്ഞ് ഞാൻ ഷെഡ് കെട്ടിയിട്ട് ഒരു മദ്രസ തുടങ്ങിയിട്ടുണ്ട്, ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല, ഉസ്താദ്മാർക്ക് 2 മാസമായിട്ട് ശമ്പളമൊന്നും കൊടുത്തില്ല, നമ്മളൊക്കെ പൈസ തരണമെന്ന്. അപ്പോൾ ആൾക്കാരെല്ലാം പിരിവന്ന് അതുകൊണ്ട് വന്നിട്ട് മദ്രസയിലെ മേൽമേക്ക് ശമ്പളം കൊടുത്തു. ആ സിറാജുൽ അള്ളാഹു വളർത്തി ഇപ്പൊ ഒരു മാസം ചെലവഴിക്കണേ 90 ലക്ഷം റുപ്യാണോ. 16,000-ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ഇക്കൊല്ലം എത്രയാണ് അഡ്മിഷൻ വന്നത്.
സുബ്ഹാനല്ലാഹ്. ഇന്നും വിളിച്ചിട്ട് ഒരു കുട്ടീനെ എടുക്കുമോ ഖുർആൻ കോളേജിൽ എക്സലൻസിൽ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ സ്ഥലം വേണ്ടേ? സ്ഥലം ഇല്ലാതെ എന്താ ചെയ്യുക? 400-500 കുട്ടികൾ വരുന്നു, നമുക്കാകെ 20-30 കുട്ടികളെ എടുക്കാൻ കഴിയുന്നത്. ഇക്കൊല്ലം കൂടുതൽ കുട്ടികൾ വരാൻ എന്താ കാരണം അറിയോ? വ്യാജത്തരീക്കത്താർ പ്രസംഗിച്ച് സിറാജുലുദയെ കുട്ടികളെ പറഞ്ഞാൽ പേച്ചു അവൻ ആൾക്കാരൊക്കെ അടപ്പേ പറഞ്ഞേക്കാൻ തുടങ്ങി. കാരണം അങ്ങനെ അവൻ പറയുന്നുണ്ടെങ്കിൽ എന്തായാലും എന്തോ ഒരു ഹിദായത്ത് ഉണ്ടാവും എന്ന് മനസ്സിലാക്കി. അപ്പോൾ കുട്ടികൾ കൂടുതൽ വന്നു, നമ്മൾ വല്ലാതെ കുടുങ്ങി. നിങ്ങളോടെല്ലാം പറയാനുള്ളത്, സിറാജുലുദയുടെ റിസീവർമാർ വരുമ്പോൾ നല്ല സംഭാവന കൊടുത്തേക്കണം. 90 ലക്ഷം റുപ്യാണ് ഒരു മാസം ചെലവിന് മാത്രം. അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോഴും നേർച്ചകളും സദഖകളൊക്കെ തന്നവരുണ്ട്. പോയ സ്ഥലത്ത് നിന്ന് പൊന്ന് കിട്ടിയിട്ടുണ്ട്. സ്റ്റേജുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരാൾ പൊന്ന് തന്നു. നേർച്ചയാക്കി അതിന് ഫലമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പൊന്ന് തന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരുടെയും എല്ലാ അമലുകളും കബൂൽ ചെയ്യട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സജീവ പ്രവർത്തനം നടത്തണം. SSFും SYSും മുസ്ലിം ജമാഅത്തൊക്കെ ശക്തിപ്പെടുത്തണം. നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഒരൽപ്പവും പതറിപ്പോകാൻ പാടില്ല, ഹിമ്മത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമുക്ക് അതെ ഇബ്ലീസിനെ പിടിച്ച് കെട്ടിയിടാനാവില്ല. ഇബ്ലീസ് അവന്റെ പണി ഇങ്ങനെ എടുത്തോണ്ടിരിക്കും. അതങ്ങനെ ഇബ്ലീസ് അങ്ങനെ പണിയെടുക്കും. അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹ്യങ്ങളും ആലിമീങ്ങളൊക്കെ അവരുടെ പണി അവരും എടുക്കൂ, ഇബ്ലീസിന്റെ പണി അവനും എടുക്കൂ. ഇബ്ലീസിനുണ്ട് അനുയായികൾ, മഹാന്മാർക്കുണ്ട് അനുയായികൾ, രണ്ടും അങ്ങനെ നടക്കും. അപ്പൊ നമ്മളവിടെ ഒന്നും പതറിപ്പോകാൻ പാടില്ല. ഒരു പിഴച്ചവന്റെ വാചകവും വിശ്വസിക്കാനും പാടില്ല. നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാകണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഹിദായത്തും തഖ്വയും ഏറ്റിത്തരട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. സിറാജുലക്ക് 10,000 രൂപ അവിടെ പോയി നമ്മളെ കൂടെ വന്ന സക്കാഫിയോട് പോയി തങ്ങളുടെ തൽക്കാലം ഇത് നിങ്ങൾ പിടിച്ചു വെച്ചേ. ഒന്ന് തൽക്കാലം അവിടെ വെക്കി, ഞാൻ വാങ്ങിച്ചോളാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കി തരട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തട്ടെ. ഓക്കെ, ഇപ്പൊ സിറാജിലേക്ക് പിരിവെടുക്കാൻ വേണ്ടി പറഞ്ഞു ഒന്നല്ല, നിങ്ങളെല്ലാം പിരിവ് തരണേ. എനിക്ക് എന്തിനറിയോ? ഒരു മുതഅല്ലിം അദ്ദേഹത്തിന് വിവാഹം കഴിക്കണം, സാമ്പത്തിക ശേഷി ഇല്ല, അദ്ദേഹം നല്ലോണം പഠിക്കുന്നൊരു കുട്ടിയാണ്. ഞാൻ വിചാരിച്ചു സിറാജുലുദയുടെ വകയിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനുള്ള സഹായം ചെയ്യണമെന്ന് വിചാരിച്ചു. അയാൾ കുറേ കൊല്ലം നമ്മുടെ കൂടെ പഠിച്ചതല്ലേ. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു സഹായം ചെയ്യണം. അത് നിങ്ങളെല്ലാവരും സഹായിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം. നമ്മൾ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും എല്ലാ മഹാന്മാരുടെ പേരിലും